ഇന്ന് നമ്മൾ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റസ്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മളത് ആക്കിയെടുക്കുന്ന സമയത്ത് 2-3 സ്റ്റേജ് ആയിട്ട് ഇത്തിരി സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മൈദ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ ഒരു 14 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മൾ ആദ്യം കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താലും മതി. മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 ടേബിൾ സ്പൂൺ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് വന്നോട്ടെ. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്പോഞ്ച് കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ മുട്ട കുറേ സമയത്ത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ അങ്ങായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 80 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. റസ്കിനാവുന്ന സമയത്ത് ഓയിലിനേക്കാൾ നല്ലത് ബട്ടർ തന്നെയാണ്. മുട്ടയിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. കുറേ സമയമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു പിരിഞ്ഞ പോലെ വരും. എന്തായാലും ബട്ടർ ഇതിലേക്ക് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു പിരിഞ്ഞ ലുക്കിലായിരിക്കും ഉണ്ടാവുക, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. അത് മൈദ ഇട്ട് മിക്സ് ആക്കുന്ന സമയത്ത് ശരിയായിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മൈദയുടെ കൂട്ട് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ബട്ടർ ചേർത്തതിന് ശേഷം ഇത്തിരി പിരിഞ്ഞതുപോലെ ഉണ്ടെങ്കിലും ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആ ഒരു പ്രശ്നമൊക്കെ ഫുള്ളായിട്ട് മാറി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബേക്കായി വരുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇതിനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നിലേക്കാണ് മാറ്റുന്നത്. അതിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി ബട്ടർ ആക്കിയിട്ട് എന്നിട്ട് കുറച്ച് കട്ടിയുള്ള മാവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ടിന്ന് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ആയി വരുന്ന സമയത്ത് അധികം ഹൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടിന്ന് കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ ഒരു ഇത്തിരി കൂടെ നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബാറ്റർ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ പ്രീഹീറ്റ് ആക്കാൻ വേണ്ടി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്, ഓരോ ഓവൻ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 30 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ OTG ഓവനാണ് കേട്ടോ. ഇതിൽ ഞാൻ എപ്പോഴും നമ്മൾ 180 ഡിഗ്രി പറഞ്ഞാലും ഒരു 160-ലാണ് വെക്കലുള്ളത്. അല്ലെങ്കിൽ കേക്കിൻ്റെ മേൽഭാഗം പെട്ടെന്ന് കളർ മാറിപ്പോകുന്നതുകൊണ്ട് ഒരു 160 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ റൗണ്ടൊക്കെ കുത്തി വെക്കുന്ന സമയത്ത് കേക്കൊക്കെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു വയറാക്കിലേക്ക് മാറ്റി കൊടുക്കുക. അതിൻ്റെ മേൽഭാഗത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കളയട്ടെ. നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന അത്രയ്ക്കൊരു സോഫ്റ്റ് ടൈപ്പ് ആയിരിക്കില്ല കേട്ടോ ഈ ഒരു കേക്ക്. അതായത് നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ കേക്കില്ല, അപ്പോൾ അതൊരു ഇത്തിരി ഹാർഡായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് റസ്കിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ചൂട് പതുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ചിട്ട് കറക്റ്റ് ഒരു റസ്കിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു നടുഭാഗം ഇതുപോലെ അങ്ങ് മുറിച്ചെടുക്കുക, 2 പീസാക്കിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ അങ്ങ് മുറിക്കണം. ഇനി സൈഡിൽ കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്ന ആ ഒരു 2 സൈഡോടെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു റസ്കിൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിൽ കുറച്ച് ആ ഒരു രീതിയിൽ അങ്ങ് മുറിച്ചെടുക്കുക, ഒരു 5-6 പീസായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ശരിക്കും നമ്മൾ എടുത്തിട്ടുള്ള കേക്ക് ടിന് കുറച്ചുകൂടി ചെറുതായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വീതിക്കുള്ള റസ്കായിട്ട് കിട്ടും കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കേക്ക് മൊത്തത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഈ കേക്ക് പീസ് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് നിരത്തിയെടുക്കണം. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോളൂ. അപ്പം ഈ സമയത്ത് നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് നടുവിലുള്ള റാക്കിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ അറിയാതെ താഴത്തെ റാക്കിൽ വെച്ചു പോയി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിഭാഗത്ത് ചെറിയതായിട്ടൊന്ന് കരിയുന്ന പോലെ വരും. പെട്ടെന്ന് കളർ മാറിപ്പോകും, പക്ഷെ കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നടുവിൽ വെക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്തതിന് ശേഷം ഈ എല്ലാ പീസുകളും ഒന്നങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഭാഗം കൂടെ ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 15 മിനിറ്റ് കൂടെ ആ ഒരു സൈഡും കൂടെ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റസ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്നങ്ങ് ചൂടാറിക്കോട്ടെ, അപ്പോഴായിരിക്കും കേട്ടോ കറക്റ്റ് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുക.
ചൂട് ചെറുതായിട്ടൊന്ന് പോയിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കറക്റ്റ് നമ്മൾ കേക്ക് റസ്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു സോഫ്റ്റും എന്നാൽ ഉള്ളിൽ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി റസ്ക് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടുള്ള ചായയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല സൂപ്പർ റസ്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്തിരി സമയം വേണം, വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ കുറച്ച് സമയം വേണം. എന്നാലും വീട്ടിൽ ഉണ്ടാക്കിയ റസ്ക് കഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്